നിങ്ങൾ ഒരു വീട്ടമ്മയാണോ? എന്നാൽ നിങ്ങൾക്കും മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ മീ ടൈം എന്നത് അത്യാവശ്യമായ കാര്യമാണ്. നിങ്ങളുടേതായ സന്തോഷം കണ്ടെത്തേണ്ടതും അത്യാവശ്യമാണ്. എന്താണ് ഈ മീ ടൈം? എങ്ങനെ നമുക്ക് ഈ 24 മണിക്കൂറും നീളുന്ന വീട്ടുജോലികളിൽ നിന്നും മീ ടൈം അഥവാ എന്റെ സമയം കണ്ടെത്താം എന്നും എന്തെല്ലാം കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്താം എന്നതുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇതുവരെ മീ ടൈം കണ്ടെത്താത്ത ആളാണ് നിങ്ങളെങ്കിൽ ഇത് തീർച്ചയായും നിങ്ങൾക്കുള്ള വീഡിയോ ആണ്. മീ ടൈമിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. 24 മണിക്കൂറുള്ള ഒരു ദിവസത്തിൽ 1 മണിക്കൂറെങ്കിലും നമ്മൾ നമുക്കായി മാറ്റിവെക്കണം, നമ്മുടെ മീ ടൈമിനായി. ഇത് കേൾക്കുന്നവരിൽ 90% പേരും പറയാൻ പോകുന്നത് പണികളൊക്കെ കഴിഞ്ഞ് ബാക്കി ടൈം ഉണ്ടാവില്ല മീ ടൈമിനായിട്ട് എന്നാണ്. നമ്മുടെ വീട്ടുജോലികൾ ഒരിക്കലും തീരാത്ത ഒന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് പ്രയോറിറ്റീസ് വെക്കണം. നേരത്തെ 5 മണിക്ക് എണീറ്റ് മീ ടൈം കണ്ടെത്തണം എന്നൊന്നും ഞാൻ പറയില്ല. കാരണം എല്ലാ വീട്ടമ്മമാരും വീട്ടിലെ ജോലികളെല്ലാം തീർത്ത് രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് തന്നെ വളരെ ലേറ്റ് ആയിട്ടായിരിക്കും. നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം നിലനിർത്താൻ മിനിമം 7 മണിക്കൂറെങ്കിലും ഡെയിലി ഉറങ്ങേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ആസ് എ വീട്ടമ്മ ഞാൻ മീ ടൈം കണ്ടെത്തുന്നത് മിക്കവാറും മോൾ സ്കൂളിൽ പോയതിനു ശേഷമാണ്. വീട്ടിലെ കംപ്ലീറ്റ് ജോലികളൊന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ല. എന്നാലും എനിക്കായുള്ള 1 മണിക്കൂർ രാവിലെ തന്നെ ഞാൻ കണ്ടെത്തും. ബാക്കി ജോലികൾ അതിനുശേഷം ചെയ്യും. അല്ലെങ്കിൽ പിന്നെ എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കി അവസാനം നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ സമയം ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് ഇത് തന്നെയാണ്. ഉച്ചയ്ക്ക് മുമ്പ് തന്നെ നിങ്ങൾ നിങ്ങളുടെ മീ ടൈം കണ്ടെത്താൻ ശ്രമിക്കണം. 1 മണിക്കൂർ മതി. ഇത് നമുക്ക് സെൽഫ് ലവും നമ്മുടെ സെൽഫ് കോൺഫിഡൻസും കൂട്ടാൻ സഹായിക്കും. ഇനി മീ ടൈമിൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാം എന്ന് നോക്കാം. നമുക്ക് സന്തോഷം നൽകുന്ന, നമുക്ക് ഇഷ്ടപ്പെട്ട എന്ത് കാര്യവും നമുക്കിതിൽ ഉൾപ്പെടുത്താം. അതുപോലെ ചെറിയ രീതിയിലുള്ള യോഗയോ എക്സസൈസും കൂടി നമുക്കിതിൽ ചെയ്യാം. ഞാൻ സ്ഥിരമായി മീ ടൈമിൽ ഉൾപ്പെടുത്തുന്ന ഒന്നാണ് യോഗ ചെയ്യുക എന്നത്. ഇത് ഞാൻ ചെയ്യാൻ തുടങ്ങിയത് എൻ്റെ അമ്മ ചെയ്യുന്നത് കണ്ടിട്ടാണ് കേട്ടോ. എൻ്റെ അമ്മ ഒരുപാട് വർഷമായി യോഗ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ചില ദിവസങ്ങളിൽ ഞാൻ പുസ്തകം വായിക്കാറുണ്ട്. അതുപോലെ ചെറുപ്പം മുതലേ എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് സ്റ്റിച്ചിങ് എന്നത്. അതുകൊണ്ട് തന്നെ ചില ദിവസങ്ങളിൽ കുറച്ച് ടൈം ഞാൻ അതിന് ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ വീക്ക്ലി വൺസ് ഞാൻ സെൽഫ് കെയറും ചെയ്യാറുണ്ട്. ഹെയർ ഓയിലിങ്ങും ബോഡി ഓയിൽ മസാജും ഒക്കെ. ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സന്തോഷവും എനർജിയും കിട്ടുന്നുണ്ട് എനിക്ക്. നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട് എന്ന തോന്നലും ഉണ്ടാകും. ഇത് അടുത്ത ദിവസങ്ങളിലേക്കുള്ള എനർജി തീർച്ചയായും കൂട്ടും. ഈ ചെയ്യുന്ന കാര്യങ്ങളുടെ റിസൾട്ട് എന്നത് നിങ്ങൾ ചിന്തിക്കുന്നതിനും അപ്പുറത്തായിരിക്കും. നമുക്ക് നമ്മളോട് തന്നെ കൂടുതൽ ഇഷ്ടം തോന്നും, സെൽഫ് കോൺഫിഡൻസ് കൂടും, നമ്മുടെ സ്ട്രെസ്സും ദേഷ്യവും കുറയും. ഇങ്ങനെ മീ ടൈമിലൂടെ നമ്മുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ കണ്ടെത്തൂ. നമ്മുടെ സന്തോഷത്തിന്റെ താക്കോല് നമ്മുടെ കയ്യിൽ തന്നെയാണ്. ടൈം ഇല്ല എന്ന് പറയാൻ എല്ലാവർക്കും കഴിയും. ബട്ട് പ്രയോറിറ്റീസ് മുൻനിർത്തി ടൈം മാനേജ് ചെയ്താൽ എല്ലാവർക്കും മീ ടൈം കണ്ടെത്താവുന്നതേയുള്ളൂ. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും മീ ടൈമിനെ കുറിച്ച് കൂടുതൽ മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നു മുതൽ ഇത് കാണുന്ന എല്ലാ വീട്ടമ്മമാരും നിങ്ങളുടെ മീ ടൈം കണ്ടെത്തൂ, സന്തോഷത്തോടെ ഇരിക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇനി മറ്റൊരു നല്ല വീഡിയോയുമായി വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.